ഒരു വിജയത്തിലേക്കാണ് നീങ്ങുന്നത്. ഇത് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം വാങ്ങിക്കൊണ്ട് ആണ് പത്തനംതിട്ടക്കാരനായ രാഹുൽ പാലക്കാട് നിന്നത് ഇനി തിരുവനന്തപുരത്തേക്ക് വണ്ടി വോട്ട് നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ തവണ 3000 വോട്ടിന്റെ വ്യത്യാസമാണ് ഉണ്ടായിരുന്നെങ്കിൽ 15000 വോട്ടിന്റെ വ്യത്യാസം ഇപ്പോൾ തന്നെ ഉണ്ടായിരിക്കുന്നു. കയ്യിൽ വന്നു ചേർന്നിരുന്ന 12000 വോട്ട് ഈ റൗണ്ട് പൂർത്തീകരിക്കുമ്പോൾ പോലും BJP ഇതുവരെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞിരുന്നു. അങ്ങനെ ഒരു ചരിത്രം ഇവിടെ ഇല്ല എന്നുള്ളതാണ്. ഇത്തവണ 10-15% വോട്ട് വർദ്ധിച്ചതാണ് BJP. അവിടെയാണ് കയ്യിലുണ്ടായത് 12000 നമുക്ക് അറിയാനുള്ളത്. ശോഭാ സുരേന്ദ്രൻ 2016 നേടിയ 40,000-ലേക്ക് സി കൃഷ്ണകുമാറിന് എത്താൻ കഴിയുമോ എന്നുള്ളതാണ് നിലവിലെ കണക്ക്. കനത്ത പരാജയം ഏറ്റുവാങ്ങിയത് എന്നുള്ളത് കണ്ടതാണ്. നോക്കൂ, BJP ഇതിനോടകം 29,000 വോട്ടേ സമാഹരിച്ചിട്ടുള്ളൂ. കനത്ത പരാജയമാണ് BJP ഏറ്റുവാങ്ങിയിരിക്കുന്നത് എന്ന അടിസ്ഥാനപരമായ വസ്തുത അവയ്ക്കുകയാണ്. ഈ 11ാമത്തെ റൗണ്ട് എണ്ണുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ഇപ്പോഴും ലീഡ് 395 വോട്ടിന് ഇപ്പോഴും പാലക്കാട്ട് ഈ ശ്രീധരൻ ജയിക്കാൻ പോകുന്നു എന്ന ആത്മവിശ്വാസത്തിൽ അണികൾ പ്രതീക്ഷ ഇരിക്കുന്ന സമയത്താണ് ഈ 12,789 എന്ന് നമ്മൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത്. ഈ 12ാം റൗണ്ടിൽ UDF 2,260 വോട്ടിന്റെ ലീഡ് വന്നപ്പോഴാണ് BJP 68ലേക്ക് ചുരുങ്ങിയത്. 11ാം റൗണ്ടിൽ 2,329 ആയി BJPയുടെ ലീഡ് ചുരുങ്ങിയപ്പോൾ 2,963 വോട്ടായിരുന്നു. 2,953 വോട്ടിന്റെ ലീഡ് UDF കിട്ടി. നിലവിലുള്ള റൗണ്ടാണ് എണ്ണുന്നത്. ഈ 2,300 എന്നുള്ള ഒരു 3,000 ഒക്കെ ആയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. അങ്ങനെയെങ്കിൽ ഈ റൗണ്ടിന്റെ റിസൾട്ട് വരുമ്പോൾ 13,001 കയറുന്നു. ഈ റൗണ്ടിന്റെ റിസൾട്ട് വരുമ്പോൾ 15,000 ക്രോസ് ചെയ്യും. ഒരുപക്ഷെ 16,000 തൊടാനുള്ള സാധ്യത വരെ തള്ളിക്കളയേണ്ടതില്ല.